ഒരു സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ഒരു ജൂൺ മാസത്തിലെ ഒരു നല്ല മഴ പെയ്യുന്ന ഒരു രാത്രിയാണ്. സമയം ഏകദേശം രാത്രി ഒരു 9:45 ആയിട്ടുണ്ടാവും. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി എൻ്റെ ശബ്ദം കേട്ടപ്പോൾ വൈഫ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കി നിങ്ങൾ തിരക്കിലാണോ, രാവിലേക്ക് പഞ്ചസാര ഇല്ലിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചടി, ഈ കണ്ട നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ നീ പഞ്ചസാര ഇല്ലാത്തത് പറയണേന്ന് ചോദിച്ചപ്പോ പിന്നെ എന്തായാലും രാവിലേക്ക് പഞ്ചസാര ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വീടിന്റെ പുറത്തിറങ്ങി, അപ്പുറത്തുള്ള എൻ്റെ കുടുംബക്കാരെ കടയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുമ്പോൾ അടച്ചു പോയിട്ടുണ്ട്, മഴക്കാലമൊക്കെ അല്ലേ. ഞാൻ വണ്ടി എടുത്തു, തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലേക്ക് പോയപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ കട തന്നെ ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആണ്, കട പൂട്ടിയിട്ടില്ല ഫുള്ളായിട്ട്. അപ്പൊ എന്നെ ഇങ്ങനെ കണ്ടപ്പോ ആളിങ്ങനെ ഒരു എന്താ പറയാ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ മാറി ഒരു ബനിയൻ മാത്രമേ ഉള്ളൂ, കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കണക്കൊക്കെ ഇങ്ങനെ കൂട്ടുകയാണ്. ഒരു വട്ട കണ്ണാടയുടെ ഉള്ളിലൂടെ ആളിങ്ങനെ നോക്കി. എന്തേ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പഞ്ചസാര വേണം പറഞ്ഞു. ആ റാക്കിലുണ്ട്, എടുത്തോ എന്ന് പറഞ്ഞു. ആൾക്ക് തീരെ മൂഡില്ല, ആകെ ഔട്ട് ഓഫ് മൂഡിലാണ് ഉള്ളത്. അപ്പോൾ സാധനം എടുത്തു. ഇങ്ങനെ ഞാനിങ്ങനെ ബില്ല് കൊടുത്ത് ഇങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്ത് എന്താടോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ വേഗം പോയിക്കോ, ഞാൻ എൻ്റെ മൂഡ് തീരെ ശരിയല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുമില്ലടാ, കുറേ ബുക്കുകളുണ്ട്, ഈ ബുക്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള പൈസയാണ്, പക്ഷെ ഇത് ഞാൻ നാളെ കൊടുക്കാനുള്ള പൈസയാണ്, ഇതൊന്നും എനിക്ക് കിട്ടൂല്ല, ഇതൊക്കെ ഞാൻ നാളെ കൊടുക്കുകയും വേണം, ആകെ തല കല്ലായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, ഈ കിട്ടാനുള്ള പൈസയുടെ കണക്കൊക്കെ എനിക്ക് തരാനുള്ള ആൾക്കാർക്ക് അറിയോ? എവിടുന്ന് അറിയാനാ, എപ്പോഴും ഗൾഫിൽ നിന്ന് പൈസ വരുമ്പോ കിട്ടും, അല്ലെങ്കിലോ അത് അവിടെ കിടക്കും, അവര് വീണ്ടും ഇങ്ങനെ സാധനം വാങ്ങിപ്പോവും എന്നൊക്കെ ഭയങ്കര വിഷമത്തിൽ ആളിങ്ങനെ പറഞ്ഞു. അപ്പോ ഞാൻ ആളോട് ചോദിച്ചു, ഇതിനൊക്കെ ഒരു പരിഹാരം, ഈ 21-ാം നൂറ്റാണ്ടിലും ഇതിന് ഇത്രയും പരിഹാരങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത്, അതൊന്ന് സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ ആള് മനസ്സില്ലാ മനസ്സോടെ എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് ആളോട് ഇങ്ങനെ പറഞ്ഞു. ഒരു ചെറിയ ഒരു ബില്ലടിക്കുന്ന വിഷയം വാങ്ങിയാൽ അതിനെക്കുറിച്ച് പറഞ്ഞു, ബിസിനസ് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, കസ്റ്റമേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ആളുടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആള് ബെല്ലടിച്ചിട്ട് ആളെ മോനോട് വരാൻ പറഞ്ഞു. ഇതൊക്കെ ഇവനൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഞാനത് ഒരാളെ സഹായിക്കാൻ പറ്റുന്ന, വീണ് കിടക്കുന്ന ഒരാളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആവുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ വായിക്കും, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. നെക്സ്റ്റ് ഡേ മുതൽ അവൻ പതുക്കെ ആ സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അവൻ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടത് അവൻ ഈ കണക്കൊക്കെ നോക്കി, അവന്റെ ബിസിനസിന്റെ അവസ്ഥ മനസ്സിലാക്കി, ഒരു റൂം അവൻ ഒഴിവാക്കി, വാടക ഒഴിവാക്കി, ചെലവ് കുറച്ചു. ഇന്ന് അവൻ സ്റ്റേബിളാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പൈസ ചോർന്നു പോകുന്ന നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പൈസ ചോർന്നു പോകുന്ന അറിയാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിസിനസ്സിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാതെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ, ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് യു ആർ ഔട്ട് ഡേറ്റഡ് എന്നാണ്. അത് ഏതുപോലെയാണ്? അംബാസഡർ കാർ പോലെയാണ്. നമ്മുടെ പ്രധാനമന്ത്രിമാർ വരെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഇന്ന് ആ വണ്ടി കാണാനുണ്ടോ? ഇല്ല. അതേ അവസ്ഥ നാളെ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയി മാറിയേ പറ്റൂ. ഓക്കെ, താങ്ക് യു.